ഇനി ഇതിന്റെ മറുപുറത്ത് മറ്റൊരു സമരം നടക്കുന്നുണ്ട്. അത് KSUകാരുടെ സമരമാണ്. ആർക്കെതിരാണ് എന്നറിയാം. ഗവൺമെന്റിനെതിരാണ്. നവകേരള യാത്രയുടെ വാഹനം പോകുന്നതിനെതിരെ ഷൂ എറിയുന്നു, കരിങ്കൊടി കാണിക്കുന്നു. നമ്മളാരും സമരത്തിനെതിരല്ല. പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ KSUവിന്റെ നേതാക്കളോട് ചോദിക്കേണ്ടതാണ്, നിങ്ങളുടെ സമരം എന്തിനാണ്? നവകേരള യാത്ര തുടങ്ങിയ ആ ദിവസം മുതൽ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമരമുണ്ടോ? ഇല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാണ്. 10,000-കണക്കിന് മനുഷ്യർ അതുമായി സഹകരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ്. എന്താണ് അവരുടെ പ്രശ്നം? സാധാരണ മുമ്പും കേരളത്തിൽ മന്ത്രിമാരെ വഴി തടഞ്ഞിട്ടുണ്ട്, കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്, നാളെയും ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. KSUവും യൂത്ത് കോൺഗ്രസും പറയണം, ഈ സർക്കാരിന്റെ ഏത് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത്? കാടടച്ച് പിടിവെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ED കഴിഞ്ഞ ദിവസം ഐസക്കിനെതിരായിട്ടുള്ള സമൻസുകൾ പിൻവലിച്ചില്ലേ? അല്ലെങ്കിൽ നേരത്തെ സ്വർണം ബിരിയാണി ചെമ്പിൽ കടത്തി എന്ന മറ്റുള്ള ആരോപണങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. സ്പെസിഫിക് ആയി ഇന്ന നയങ്ങൾ ഈ സർക്കാർ എടുത്തത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദോഷം ചെയ്യുന്നു, അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ കരിങ്കൊടി പ്രകടനം എന്ന് KSUവിനും യൂത്ത് കോൺഗ്രസിനും പറയാൻ സാധിക്കുമോ? SFIക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് SFIയുടെ കരിങ്കൊടി പ്രകടനവും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കരിങ്കൊടി പ്രകടനവും ഒന്നല്ല. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ പ്രതിഷേധിക്കാൻ സമയമില്ല എങ്കിൽ, മനസ്സില്ല എങ്കിൽ പിന്നെ SFIയുടെ കാര്യമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം.